നിങ്ങളെ ആരെയും അറസ്റ്റ് പേടിപ്പിക്കണ കുറെ നേരമല്ലോ ഭയങ്കര ഷോയാണ് പിന്നെ നിന്നോട് പിന്നെ ആരാ ഞാൻ ആരോ മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്ന സംഭവത്തിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. പ്രവർത്തകരെ പോലീസ് തടഞ്ഞതോടെ സ്ഥലത്ത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മലപ്പുറം കോഹിനൂരിലെ നിർമ്മാണ കമ്പനിയായ KNRC ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത്. ഇവരെ ബലം പ്രയോഗിച്ച് നീക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കാനായിരുന്നു പോലീസിന് നൽകിയ നിർദ്ദേശം. എന്നാൽ സ്ഥലത്ത് വളരെ കുറച്ച് പോലീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുഖ്യമന്ത്രിയുടെ പരിപാടി മലപ്പുറത്ത് നടക്കുന്നതിനാൽ കൂടുതൽ പോലീസും അവിടെയായിരുന്നു. സംഘർഷം ആദ്യഘട്ടത്തിൽ തടയാൻ പോലീസിന് കഴിഞ്ഞില്ല. ഇതിന് പിന്നാലെ പ്രവർത്തകർ ഓഫീസിലേക്ക് കയറാൻ ശ്രമിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയുമായി പോലീസ് വാക്കേറ്റത്തിലായി. സ്ഥലത്ത് ബാരിക്കേഡും ഉണ്ടായിരുന്നില്ല. കൂടുതൽ പോലീസ് എത്തി അബിൻ വർക്കിയെ അടക്കം മുഴുവൻ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തു നീക്കി. പ്രതിഷേധം ഇവിടെ അവസാനിക്കില്ല എന്നും തുടരുമെന്നും യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയും മുഹമ്മദ് റിയാസും സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുക മാത്രമാണ് ചെയ്യുന്നതെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. ജാമ്യം കിട്ടിയ ശേഷം അബിൻ വർക്കി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പോലീസിന്റെ ഇടപെടലാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്നും മോശമായി പെരുമാറിയെന്നും പറയുകയുണ്ടായി. കൂടാതെ നിർമ്മാണ കമ്പനിയുടെ അനാസ്ഥയാണെന്നും സർക്കാർ അവരിൽ ഏൽപ്പിച്ച പ്രഷറുമാണ് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടാവാൻ കാരണമെന്നും അദ്ദേഹം പ്രതികരിച്ചു. തൃശൂരിലെ NH-66 ഫ്ലൈ ഓവറിലും മലപ്പുറം തലപ്പാറ ഭാഗത്ത് റോഡിൽ വിള്ളലുകൾ കണ്ടെത്തിയതും കോഴിക്കോടും കാസർഗോഡും സർവീസ് റോഡുകൾ തകർന്നതും വലിയൊരു ഭീഷണിയാണ് ഉയർത്തുന്നത്. കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാടുണ്ടായി. ഇങ്ങനെ ഒരു ചെറിയ മഴ വന്നപ്പോഴേക്കും ഇത്രയധികം വിള്ളലുകളും ഇത്രയധികം പൊളിയലും ഉണ്ടായത് ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഒരാശങ്കയാണ് ഉണ്ടാകുന്നത്. ഇത് നിർമ്മാണ കമ്പനിയുടെ ഒരു അനാസ്ഥയും ആ നിർമ്മാണ കമ്പനിയുടെ മേൽ സർക്കാർ ചുമത്തിയ വലിയ രീതിയിലുള്ള പ്രഷറുമാണ് ഇതിന് കാരണമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം ഇപ്പം നമുക്കറിയാം, കേരളത്തിലെ PWD വകുപ്പ് മന്ത്രി തന്നെ അദ്ദേഹം കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളുടെ നാഷണൽ ഹൈവേ ആണെന്നാണ്. പക്ഷേ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളുടെ നാഷണൽ ഹൈവേ ആണെന്നാണ്. പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ BJPയുടെ പ്രസിഡന്റിനും അനക്കമില്ല, കേരളത്തിലെ PWD വകുപ്പ് മന്ത്രിക്കും അനക്കമില്ല. PWD വകുപ്പ് മന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ പ്രത്യേക സംഘമായി നാഷണൽ ഹൈവേ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് പ്രത്യേക സംഘമായി പോയി ഓരോ ഭാഗത്തും പരിശോധന നടത്തി ഗുണനിലവാരം ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നാണ്. ഇതിന് മുഴുവൻ മേൽനോട്ടം വഹിക്കുന്നത് പ്രത്യേകമായ ചുമതലപ്പെടുത്തിയ മുഖ്യമന്ത്രി തന്നെയാണ് മേൽനോട്ടം വഹിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നിട്ടും കേരളത്തിന്റെ ദേശീയപാതയുടെ പല ഭാഗത്തുണ്ടാകുന്ന ഈ അപകടങ്ങൾ, ഇപ്പൊ കഴിഞ്ഞ ദിവസം വളരെ നേരിയ അകലത്തിലാണ് 2 കാറുകൾ രക്ഷപ്പെടുന്നത്. 3 ജീവനുകളാണ് അങ്ങനെ ആ ഒരു 2 സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ ദേശീയപാതയുടെ ഗുണനിലവാരം പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഈ കരാർ കമ്പനിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. നിങ്ങൾ ആ മാർച്ച് കണ്ടതാണ്. സ്വാഭാവികമായിട്ട് ഒരു മാർച്ചിന് ചെല്ലുമ്പോൾ ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് ലബോറട്ടറിയുടെ മുമ്പിൽ അവരാണല്ലോ ഈ ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. അത് ശരിയാവാത്തതുകൊണ്ട് തന്നെയാണ് ഈ അപാകത സംഭവിച്ചത്. ഞങ്ങൾ ആ ലബോറട്ടറിയുടെ മുമ്പിൽ സമരം നടത്തി, ആ ഓഫീസിന് മുമ്പിൽ സമരം നടത്തി. പക്ഷെ പോലീസ് എങ്ങനെയാണ് സമീപിക്കുന്നത്? പോലീസ് എന്തോ ഇവരുടെ അമ്മോഷന്റെ കമ്പനിയാണ് എന്നുള്ള നിലയ്ക്ക്, എന്റെ വീട്ടുകാരുടെ കമ്പനിയിൽ നിങ്ങളാരുടെ തൊടാൻ എന്നുള്ള നിലയ്ക്കാണ് പോലീസ് ഞങ്ങളെ സമീപിക്കുന്നത്. അവിടെ സമരം തുടങ്ങുന്ന മുറയ്ക്ക് തന്നെ പോലീസ് ഞങ്ങളെ ആക്രമിച്ചു തുടങ്ങുകയാണ്. അപ്പൊ ഇങ്ങനെ വന്നപ്പോഴാണ് ആ സമരത്തിലേക്ക് ഞങ്ങൾ കൂടുതൽ അഗ്രസീവായി വരേണ്ടി വന്നത്. ഞാന് സമരം കഴിഞ്ഞ്, സാധാരണഗതിയിൽ നമുക്കറിയാം, ഒരു സമരം കഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്ത് ഞാൻ പുറത്തേട്ട് ഇന്നിപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിൽ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് സോളിഡാരിറ്റിയുടെ ഒരു പരിപാടിക്ക് വന്നതാണ്. ആ പരിപാടിക്ക് പോകാൻ വേണ്ടി കാറിൽ കയറാൻ നേരത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് വലിയ സിനിമാ സ്റ്റൈലിൽ തന്നെ ഞാൻ അങ്ങ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ബലം പ്രയോഗിച്ച് കയറ്റി ഞങ്ങളെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ്. ഈ പോലീസ് സ്റ്റേഷന്റെ അകത്ത് വരുമ്പോൾ തന്നെ വളരെ മോശമായ രീതിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഞങ്ങളോട് പെരുമാറാൻ ശ്രമിച്ചത്. ഞങ്ങളുടെയൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള TP അസ്താഫ്, ഈ അസ്താഫിനെ നേരെ പോലീസ് ഉദ്യോഗസ്ഥർ വളരെ മോശമായി പെരുമാറാൻ ശ്രമിച്ചു. ഞങ്ങൾ അകത്ത് വെച്ച് അതിൽ പ്രതിഷേധം നടത്തി. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ജാമ്യം എടുത്ത് ഞങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ സമരം ഞങ്ങൾ അവസാനിപ്പിക്കാൻ പോകുന്നില്ല. ഇതൊരു സൂചനാ സമരമാണ്. കാരണം ഇത് മലപ്പുറത്ത് മാത്രമല്ല, കാസർഗോഡ് ഉണ്ടായി, ഇത് തൃശ്ശൂരുണ്ടായി. അപ്പൊ ഇത് സംസ്ഥാന തലത്തിൽ തന്നെ ഈ സമരം വ്യാപിപ്പിക്കാനാണ് യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. ഇതിൽ അതിശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അതിന്റെ ഒരു തുടക്കം മാത്രമാണ് ഇന്നുണ്ടായത്.